ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വലിയ തുക ക്രെഡിറ്റായി വരുന്നു. എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? ഇത് വെറും ഒരു സ്വപ്നമല്ല. ശരിയായ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ ഉപയോഗിച്ചാൽ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് സാധ്യമാകുന്ന കാര്യമാണ്. ഒരു പേനയും നോട്ട്ബുക്കും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ മാജിക് ചെയ്യാനായിട്ട് കഴിയും. അടുത്ത 7 ദിവസത്തെ ഈ ചലഞ്ച് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. നിങ്ങളൊരു പുതിയ ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ? എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും അല്ലേ? നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്യും, ഒരുപാട് ഫോണുകളൊക്കെ തിരയും, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കും. മനസ്സിൽ എപ്പോഴും ആ ഫോണിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സാധനത്തിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരിക്കും. അതേ ചിന്ത പണത്തിലും പ്രയോഗിച്ചാലോ? ഈ വീഡിയോയിൽ പണം നിങ്ങളുടെ ലൈഫിലേക്ക് ഒഴുകിയെത്താൻ സഹായിക്കുന്ന ഒരു 7 ഡേ ചലഞ്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒരു നോട്ട്ബുക്കിലേക്ക് എഴുതി വെച്ചതിന് ശേഷം അടുത്ത 7 ദിവസത്തേക്ക് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം നിങ്ങളിൽ വരുന്ന മാറ്റം നിങ്ങൾ അനുഭവിച്ച് തന്നെ അറിയുക. അതിന് നിങ്ങൾ റെഡിയാണെങ്കിൽ ഐ ആം റെഡി എന്ന് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് താഴെ വരുന്ന ഹൈപ്പ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എൻ്റെ റിക്വസ്റ്റ് ആണ്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി വേണം. അപ്പോൾ നമുക്ക് ചലഞ്ചിലേക്ക് പോവാം. ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എത്ര പണം വേണമെന്ന് ഒരു ബുക്കിലേക്ക് എഴുതുക എന്നുള്ളതാണ്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് ആ പണം ലഭിച്ചതായി സങ്കല്പിച്ച് വേണം നിങ്ങൾ എഴുതാൻ. ഉദാഹരണത്തിന്, എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ 1 ലക്ഷം രൂപ ലഭിച്ചതിന് പ്രപഞ്ചത്തിന് നന്ദി. ഇത് വെറും ഒരു എഴുത്ത് മാത്രമല്ല, നിങ്ങളുടെ ആഗ്രഹത്തെ പ്രപഞ്ചത്തിലേക്ക് അയക്കുന്ന ഒരു സിഗ്നൽ കൂടിയാണ്. നമുക്ക് ഒരു ക്ലാരിറ്റി വേണം. നമുക്ക് എന്താണ് വേണ്ടത്, എത്രയാണ് വേണ്ടത് എന്നുള്ള ആ ക്ലാരിറ്റിയിൽ നമ്മൾ യൂണിവേഴ്സിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആ ഒരു സന്ദേശത്തെ കൊടുത്താലാണ് ആ ഒരു കാര്യം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. എത്ര രൂപയാണോ നിങ്ങൾക്ക് വേണ്ടത് അത് എഴുതി വെക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനി രണ്ടാമത്തെ ദിവസം മുതൽ നിങ്ങൾ പണത്തെ ഒരു സുഹൃത്തിനെ പോലെ കാണാനായിട്ട് തുടങ്ങുക. പണം എന്നെ തേടി വരും എന്ന് മനസ്സിൽ ആവർത്തിക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ പോക്കറ്റിൽ വളരെ കുറച്ച് പൈസയെ ഉള്ളെങ്കിലും ആ പൈസയെ സന്തോഷത്തോടെ സ്വീകരിക്കുക. പണത്തിനോട് നന്ദി പറയുമ്പോൾ കൂടുതൽ പണം നിങ്ങളുടെ അടുത്തേക്ക് വരും. ഇത് പരീക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾ വളരെയേറെ അത്ഭുതപ്പെടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾ എവിടേക്കാണ് പോകാൻ ഇഷ്ടപ്പെടുന്നത്? നിങ്ങളെ ഇഷ്ടപ്പെടുന്ന സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്കാണ് നിങ്ങൾ പോകാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് മണിയും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇഷ്ടപ്പെട്ടാലാണ് മണി നമ്മളിലേക്ക് എത്തുക. നമ്മൾ അതിനെ ഒരു ടെൻഷനുള്ള അല്ലെങ്കിൽ നമുക്ക് വിഷമമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ബാധ്യതകൾ എന്നുള്ള ആ ഫീലിങ്ങോടുകൂടി ചിന്തിക്കുന്ന സമയം മണി നമ്മളിലേക്ക് വരുന്നത് കുറയും. അതുകൊണ്ട് ഇന്ന് മുതൽ, അതായത് ഡേ 2 മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം? മണിയെ നിങ്ങളുടെ ഒരു ഉറ്റ സുഹൃത്തായിട്ട് കാണുക. ആ മണി നിങ്ങളെ തേടി വരും എന്ന് ആവർത്തിക്കുക. അതായത് എന്നിലേക്ക് ധാരാളം പണം വന്നുകൊണ്ടിരിക്കുന്നു. ഇതായിരിക്കണം നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നിങ്ങളുടെ പോക്കറ്റിലുള്ള ആ പണത്തിനോട് ഹാപ്പി ഫീലിംഗ് കൊടുക്കുക. അല്ലാതെ ഒരിക്കലും എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളല്ലോ എന്നുള്ള ഫീലിംഗ് കൊടുക്കാതിരിക്കുക. 3-ാമത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇന്നലെ കിട്ടിയ, അതായത് നിങ്ങൾ ഏത് ദിവസമാണോ ഈ ഒരു കാര്യം ചെയ്യുന്നത് അതിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ മുൻപ് എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ലഭിച്ച ചെറിയ വരുമാനത്തിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട പണത്തിനോ അല്ലെങ്കിൽ നിങ്ങൾ ചെലവഴിച്ച പണത്തിനോ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക എന്നുള്ളതാണ്. അതിന് ആയിട്ട് ഒരു നോട്ട്ബുക്ക് എടുക്കുക. അതിനുശേഷം എനിക്ക് എന്നിലേക്ക് വന്നിട്ടുള്ള ഈ വരുമാനത്തിന് നന്ദി. എനിക്ക് ഇന്നലെ ഭക്ഷണം കഴിക്കാനുള്ള പണം ലഭിച്ചതിന് നന്ദി. ഇന്നലെ എൻ്റെ മക്കൾക്ക് ഫീസ് അടയ്ക്കാൻ തന്ന് സഹായിച്ച പണത്തിന് നന്ദി.
അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾക്കാണോ നിങ്ങൾ പണം ചെലവാക്കിയിട്ടുള്ളത് അതിനെല്ലാം ആ ബുക്കിലേക്ക് നിങ്ങൾ ആ ഒരു ഫീലിംഗ് കൊടുത്തുകൊണ്ട്, ഇതൊരു പ്രോസസ്സിംഗ് പോലെ ചെയ്യാതെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി നിങ്ങൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതി തുടങ്ങുക. 4-ാമത്തെ ദിവസം ചെയ്യേണ്ടത്, കണ്ണടച്ച് നിങ്ങൾക്ക് ആ പണം ലഭിച്ചതായിട്ട് സങ്കല്പിക്കുക. അതായത് നമ്മൾ ആദ്യത്തെ ദിവസം എഴുതി വെച്ച ആ 1,00,000 രൂപ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ എത്രയാണോ എഴുതി വെച്ചത് ആ ഒരു പണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ആ പണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിയതായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വന്നു കഴിഞ്ഞതായിട്ട് നിങ്ങൾ മനസ്സിൽ കാണുക. ആ പണം നിങ്ങൾ ATM ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഗൂഗിൾ പേ ഉപയോഗിച്ചോ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണോ അതൊക്കെ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. എന്തെങ്കിലും വാങ്ങാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത്, യാത്രകളാണെങ്കിൽ അത്, അങ്ങനെ എന്തൊക്കെയാണോ നിങ്ങൾ ആ പണം കൊണ്ട് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആ പണം ലഭിച്ചാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യുമായിരിക്കും, അതെല്ലാം മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. അതായത് നമ്മൾ ചെലവാക്കുന്ന പണമാണ് നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. മണി, അതായത് സ്പെൻഡ് ചെയ്യുന്ന മണിയാണ് നമ്മളിലേക്ക് വരുന്നത്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മളിൽ ഒരു അബണ്ടൻസ് ഫീലിംഗ് കൊടുത്താലാണ് ആ ഒരു മണിയെ നമ്മളിലേക്ക് അത് അട്രാക്ട് ചെയ്തുകൊണ്ട് വരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷ്വലൈസേഷൻ ചെയ്യണമെന്ന് പറഞ്ഞത്. 5-ാമത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ചുറ്റും പണം എങ്ങനെ ഒഴുകി നടക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. അതായത് നമ്മളുടെ ചുറ്റിനും ഒരുപാട് അവസരങ്ങളുണ്ട്. അത് നമുക്ക് പലപ്പോഴും അറിയാൻ കഴിയാതെ പോകാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുക, നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ചുറ്റുപാടും നടക്കുന്നത്. ഒരു പക്ഷേ ഒരു പരസ്യത്തിലൂടെ ആയിരിക്കാം, അതുമല്ലെങ്കിൽ ഒരു സിനിമയിലെ എന്തെങ്കിലും ഡയലോഗിലൂടെ ആയിരിക്കാം, അതുമല്ലെങ്കിൽ ഒരു സുഹൃത്തിനോട് നിങ്ങൾ സംസാരിക്കുമ്പോഴായിരിക്കാം. എല്ലാത്തിനെയും പണം ആകർഷിക്കാനുള്ള ഒരു സൂചനയായിട്ട് നിങ്ങൾ കാണുക. എപ്പോഴും അതിലെവിടെയൊക്കെയോ നിങ്ങൾക്ക് പണം സമ്പാദിക്കാനുള്ള എന്തോ ഒന്ന് ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ള ആ ഒരു ഫീലിങ്ങോട് കൂടി ആ കാര്യത്തിനെ നിങ്ങൾ കേൾക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഒരുപാട് അവസരങ്ങൾ കൊണ്ടുവരുന്നതിന് ഇത് സഹായിക്കും. പലപ്പോഴും നമ്മൾ അങ്ങനെ ഒരു തുറന്ന മനസ്സോടെ പല കാര്യങ്ങളെയും നോക്കുന്നില്ലാത്തത് കൊണ്ടാണ് നമുക്ക് അവസരങ്ങൾ കാണാൻ കഴിയാതെ പോകുന്നത്. 6-ാമത്തെ ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ പെരുമാറുക. അതായത് ആക്ട് ആസ് ഇഫ് എന്ന് പറയും. പണത്തിന് പരിധി പറയുന്നത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക, നിർത്തുക. നിങ്ങളുടെ കയ്യിലിപ്പം നിങ്ങൾ ആഗ്രഹിച്ച ആ 1 lakh കിട്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇപ്പോൾ ഒരു 5 lakh rupees അല്ലെങ്കിൽ ഒരു 1 crore rupees എത്രയാണോ ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത്? നിങ്ങൾ ദാരിദ്ര്യം പറയാൻ ചാൻസ് ഉണ്ടോ? നിങ്ങളൊന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എൻ്റെ കയ്യിൽ അതില്ല എനിക്ക്, അല്ലെങ്കിൽ നിങ്ങളൊരു ഡ്രസ്സ് എടുക്കാൻ പോകുന്ന സമയത്തിന് വില കൂടിയ ഡ്രസ്സാണ്, അതല്ലെങ്കിൽ കടയിൽ പോയപ്പോൾ സാധനങ്ങൾക്ക് വില കൂടിപ്പോയി, അങ്ങനെ പരാതികളും പരിദേവനങ്ങളും ഇല്ലായ്മകളും നിങ്ങൾ ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ക്യാഷ് ഫ്ലോ ഉള്ള വ്യക്തിയെ പോലെ നിങ്ങൾ പെരുമാറാനായിട്ട് തുടങ്ങുക. പരാതി പറയുന്ന ആ ഒരു സ്വഭാവം മാറ്റിവെക്കുക എന്നർത്ഥം. 7-ാം ദിവസം പ്രപഞ്ചത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഭാഗം ഇപ്പോൾ പൂർണ്ണമായിട്ടും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. താൻ പാതി ദൈവം പാതി എന്നാണ് അല്ലേ? അപ്പോൾ നമ്മളുടെ ഭാഗം പൂർണ്ണമാക്കിയതിന് ശേഷം ഇനി നിങ്ങൾ ആഗ്രഹിച്ചത് യൂണിവേഴ്സൽ എനർജിയിലേക്ക് അയച്ചുകൊണ്ട് ലെറ്റ് ഗോ ചെയ്യുക. ഇത് ലഭിക്കുമെന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. ആഗ്രഹത്തെക്കുറിച്ച് അമിതമായി ചിന്തിച്ച് ടെൻഷൻ അടിക്കാതെ നിങ്ങളുടെ സാധാരണ ജോലിയിൽ നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങളുടെ ഡെയിലി ലൈഫ് അതിലേക്ക് പോവുക. പക്ഷേ നിങ്ങൾ മനസ്സിൽ ഓരോ നിമിഷത്തിലും ആ പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആ ചിന്തയെ നിങ്ങൾ നിലനിർത്തണം. പൈസ എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു, അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണം. പക്ഷേ ഇത് എപ്പോൾ എനിക്ക് കിട്ടും
ഇത് കിട്ടിയില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ ആ നിമിഷം നീ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും നിഷ്പ്രഭമായി പോകും. കാരണം നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നമ്മൾ വിഷ്വലൈസ് ചെയ്തു, നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് എത്തി, അത് നമ്മൾ ഉപയോഗിച്ചു, എല്ലാം കൊടുത്തു അല്ലേ. നമ്മൾ അങ്ങനത്തെ സിഗ്നലുകളൊക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് കൺഫ്യൂഷൻ ആകും. അപ്പോൾ ആ ഒരു മാനിഫെസ്റ്റേഷൻ നമുക്ക് നടക്കാതെ വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതെപ്പോൾ നടക്കും എന്നുള്ള ആ ചിന്തയെ വിട്ട് നമുക്ക് ഓൾറെഡി അത് കിട്ടിക്കഴിഞ്ഞു എന്നുള്ള രീതിയിൽ നിങ്ങൾ പെരുമാറാനായിട്ട് തുടങ്ങുക. അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്ത് എല്ലാവർക്കും നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത്, എത്ര രൂപയാണോ ആഗ്രഹിക്കുന്നത്, അതൊക്കെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനല് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഹൈപ്പ് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.